ഈശോയിൽ സ്നേഹമുള്ളവരെ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ ദൈവം അയക്കുന്നുണ്ട്. അത് സംഖ്യാപുസ്തകത്തിൽ 21-6 വാക്യം, അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു, അവരുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ഇതിന് കാരണം എന്താണെന്നറിയാവോ? ഇത്ര കഠിനമായിട്ട് ദൈവം ശിക്ഷിക്കാൻ കാരണം അതിന് തൊട്ടുമുമ്പുള്ള അവരുടെ വർത്തമാനമാണ്. അവരിങ്ങനെയാണ് പറഞ്ഞത്. സംഖ്യാപുസ്തകം 21-5 വാക്യം, ദൈവത്തിന് മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു, ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ഇത് മന്നയെക്കുറിച്ചാണ് പറയുക. വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യുകയാണെങ്കിൽ ആദ്യ കുർബാന സ്വീകരണ നാളുകളിൽ ഉണ്ടായിരുന്ന തീക്ഷ്ണതയൊന്നും ഇപ്പോഴില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും കൂടെ കുമ്പസാരിക്കാനും ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത വഴികളിൽ അവർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിങ്ങനെ വിശന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അവർക്ക് മന്ന വർഷിച്ചു. ഇത് എന്താണെന്ന് അവർ ചോദിച്ചു. ഇസ്രായേൽക്കാർ, അത് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യമാണ്. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ഇത് പുറപ്പാട് 16-15 ആണെങ്കിൽ പുറപ്പാട് 16-31 അവർക്ക് അത് രുചികരമായിട്ട് തോന്നി. അതിൻ്റെ രുചിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന പേര് നൽകി. അത് കൊത്തമ്പാലരി പോലെയായിരുന്നു, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു. മനസ്സിലായി? അപ്പത്തിൻ്റെ രുചി. ഇനി സംഖ്യാപുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ അതിൻ്റെ രുചി അവർക്ക് വേറെ രീതിയിൽ തോന്നുകയാണ്. മന്നയ്ക്ക് കൊത്തമ്പാലരിയുടെ ആകൃതിയും ഗുൽഗുലുവിൻ്റെ നിറവുമായിരുന്നു. അത് സംഖ്യാപുസ്തകം 11:7 സംഖ്യാപുസ്തകം 11:8 ജനം ചുറ്റി നടന്നത് ശേഖരിച്ച് തിരികല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ചു, കലത്തിൽ വേവിച്ച് അപ്പമുണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റെ പോലെയായിരുന്നു അതിൻ്റെ രുചി. അപ്പം അവരുടെ അപ്പത്തോടുള്ള ടേസ്റ്റ് മാറി വന്ന് അവസാനം സംഖ്യാപുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോഴാണ് ആഗ്നേയ സർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത്. പിന്നീട് അവർക്ക് മനസ്സിലായി. അവർ മോശയോട് കേണപേക്ഷിക്കുന്നു. മോശ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തൊരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അപ്പോൾ അവർക്ക് പിന്നെ ദൈവത്തെ വേണം. യഥാർത്ഥത്തിൽ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. വളരെയധികം ആഗ്രഹിച്ച് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അവർ ഇത് ജീവൻ നൽകുന്ന അപ്പമാണെന്ന് പറയുമ്പോൾ യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല അന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, അത് പിതാവായ ദൈവമാണ് അപ്പം തന്നത്. എന്നാൽ യഥാർത്ഥ അപ്പം ഇപ്പം തരുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രയും. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം. ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ചില പള്ളികളിലൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്, പക്ഷെ കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്, കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ പ്രസാദപരവസ്ഥയിൽ വരണമെങ്കിൽ കുമ്പസാരിക്കണം, എന്നിട്ട് സ്വീകരിക്കേണ്ട കാര്യമാണ് പരിശുദ്ധ കുർബാന. പക്ഷെ കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കുറേ കുർബാന സ്വീകരിക്കുന്നത്? ചിലപ്പോൾ ഒരു ദുരഭിമാനത്തിൻ്റെ മേഖല ഉണ്ടാകാം. ആളുകൾ എന്ത് വിചാരിക്കും? ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? എല്ലാവരും നോക്കും, ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഞാനെന്തോ മഹാപാപിയാണെന്ന് വിചാരിച്ചാലോ, കുർബാന എന്ന് സ്വീകരിക്കാതെ നടക്കുന്നൊരു മഹാപാപി എന്ന് വിചാരിച്ചാലോ എന്ന് കരുതി പലരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച് എനിക്ക് ഈശോയെ വേണം
എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഈശോയെ വേണം എന്ന് പറഞ്ഞ് കുർബാന സ്വീകരിക്കുന്നതാണ്. ഒരു ഭിക്ഷക്കാരന് ഒന്നുമില്ല, ചിലപ്പോൾ നമുക്ക് ഒരു നല്ല ധനവാനായ ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അയാൾ ആരെയും അറിയിക്കല. കാരണം അയാൾ ഭംഗിയായിട്ട് നടക്കും. എന്നിട്ട് അയാൾക്ക് ദുരഭിമാനമാണ്, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി പട്ടിണി കിടന്നാലും ചിലപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആളുകളുടെ മുമ്പിൽ നന്നായിട്ട് നടക്കും. പക്ഷെ ഒന്നുമില്ലാത്തൊരാൾ ഭിക്ഷയാചിക്കും. അയാൾക്കിനി ഒന്നും നോക്കാനില്ല, അയാൾക്ക് ദുരഭിമാനമില്ല. അയാൾ അമ്മ എനിക്ക് എന്തെങ്കിലും തരണേ അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കും. കാരണം അയാൾക്കത് കിട്ടിയേ പറ്റൂ. പ്രിയ ദൈവ പൈതലേ, നിനക്ക് അങ്ങനെ ഒരു വിശപ്പ് വേണം. യഥാർത്ഥത്തിൽ ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള വിശപ്പാണ്. ഈശോയ്ക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ടാകണം. അതാണ് ഇന്ന് അവരെ പ്രാർത്ഥിച്ചത്, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അപ്പം ഈശോ പറഞ്ഞു, ഈ അപ്പം ഭക്ഷിക്കുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഈ അപ്പം വേണം. അപ്പോൾ മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നൊരു വചനമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 1:53 വാക്യം. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. അത് ഒന്ന് ടോണൊന്ന് മാറ്റി ഒന്ന് പറഞ്ഞു നോക്കിയേ. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. വെറുതെ ദുരഭിമാനത്തിന്റെ പേരിൽ, നിനക്ക് ഈശോയോടുള്ള സ്നേഹമില്ലാത്തതിന്റെ പേരിൽ നീ എത്ര കുർബാന സ്വീകരിച്ചാലും നിനക്കത് അനുഗ്രഹമാകണമെന്നില്ല. എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ വേണം എന്നുള്ള വിചാരത്തിൽ നീ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നോക്ക്, നിനക്ക് അനുഗ്രഹമാകും. ഇന്ന് സ്റ്റെഫാനോസിനെ നമ്മൾ കണ്ടില്ലേ, 1-ാമത്തെ വായനയിൽ പല്ല് കടിച്ച കോപാക്രാന്തരായി വന്നവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഈശോ നിൽക്കുന്നത് കണ്ടു ദൈവത്തിന്റെ വലതുഭാഗത്ത്. ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു. നടപടി പുസ്തകം 7-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിലും 60-ാമത്തെ വാക്യത്തിലും അവനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, ഇവരുടെ കുറ്റം ഇവരുടെ മേലെ ആരോപിക്കരുത് എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ സ്വത്ത് ഈശോയാണ്. പ്രിയ ദൈവ പൈതലെ, നിനക്ക് നിന്റെ സ്വത്ത് ഈശോയായി മാറണം. ആ ഈശോയ്ക്ക് വേണ്ടി വിശന്നിട്ട് നീ സ്വീകരിച്ചാൽ, നീ ഇത്രയും നാളും പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഈശോയ്ക്ക് വേണ്ടി വിശന്നിട്ടാണോ? എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ നീ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്? വിശന്നിട്ട് കഴിക്കുന്നവർക്കേ അത് അനുഗ്രഹമാകൂ. നീ ആരെയോ കാണിക്കാൻ വേണ്ടി നിന്റെ ദുരഭിമാനത്തിന്റെ പേരിൽ നീ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, നീ എത്ര പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും നിനക്ക് അനുഗ്രഹമാകിയല്ല. നീ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുക. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, എൻ്റെ ഈശോയെ എനിക്ക് നിന്നോടുള്ളൊരു വിശപ്പ് എനിക്ക് തരണമേ, ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ. എത്രയോ പിന്നോക്കം പോയി, കുർബാനയോടുള്ള സ്നേഹം പോയില്ലേ, പരിശുദ്ധ കുംഭസാരത്തോടുള്ള സ്നേഹം പോയില്ലേ, എനിക്ക് ഈശോയെ അതെല്ലാം എനിക്ക് തിരികെ തരണേ. നീ ആഗ്രഹിച്ചിട്ട് സ്വീകരിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും പരിശുദ്ധ കുർബാന സ്വീകരണം. നമുക്കതിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. അവര് അങ്ങനെ ആ സർപ്പദംശനമേറ്റവര് സംഖ്യാപുസ്തകം 21-ാം വാക്യത്തിൽ അവനെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34:5 അവർക്കിനി വേറെ ആശ്രയമില്ല, അവരെല്ലാവരും മരിക്കുകയാണ്. സർപ്പദംശനമേറ്റ് എല്ലാവരും മരിക്കുകയാണ്. ഇനി ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ നോക്കി അവരാരും മരിച്ചില്ല, അവർ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, എനിക്ക് ഈശോയെ നിന്നെ വേണം, എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ചിട്ട് നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. നിനക്ക് പരിശുദ്ധ കുർബാന വലിയ അനുഗ്രഹമായിരിക്കും. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. കാണുന്നു ഓസ്തിയിൽ
നാഥൻ്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥൻ്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമീതാ, സ്വർഗം പാകം ചെയ്തപ്പമീതാ. കർത്താവേ, ഞങ്ങൾക്ക് ഈ അപ്പം എന്നും തരണമേ. എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധ കുർബാനയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.